ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുട്ടി മോർണിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നീട് നല്ല മഴ വന്നു. ചൂടിനൊരു ചെറിയൊരു ആശ്വാസമായിട്ടാണ് ഈ മഴ വന്നത്. നല്ലൊരു മഴയാണ് പെയ്തത്. ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചൂട് അത്യാവശ്യമുണ്ട്. എങ്കിലും സഹിക്കുന്ന പരുവത്തിലായി. ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. തീരെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ തവണ മഴയെ പെയ്തിട്ടില്ല, ഭയങ്കര ചൂടായിരുന്നു. ഇത്തവണ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് സഹിക്കാൻ പറ്റുന്ന പരുവത്തിലായിരുന്നു. രാവിലെ മാത്രമാണ് മഴ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ക്ലൈമറ്റൊക്കെ മാറി, നല്ല മഴയൊക്കെ മാറി എല്ലാം റെഡിയായി. മഴ കണ്ടാലൊരു ചായ മാത്രമല്ല, രാവിലെയും വൈകിട്ടും ഓരോ ചായ, അതെൻ്റെ വീക്ക്നെസ്സാണ്. ആ ചായ കുടിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെ രാവിലെ നല്ല സൂപ്പർ ഒരു ചായ കുടിച്ചു. ചായ കുടിച്ച് രാവിലത്തെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതാണ് എൻ്റെ കപ്പ്, പിങ്ക് കപ്പ്. ഇതിനകത്താണ് ഞാൻ എന്നും ചായ കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് ഇഡലിയും തേങ്ങാ ചമ്മന്തിയുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെളിയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും മഴ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഏട്ടൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം കാണാൻ വരാൻ. നോക്കുമ്പോൾ ഒരു പാവം അമ്മ കുരങ്ങനും കുട്ടിയൊരു കുരങ്ങനെയും കണ്ടു. സാധാരണ ഞങ്ങൾ അങ്ങനെ കുരങ്ങനൊന്നും വന്നാൽ അതിനെന്തെങ്കിലും കൊടുക്കാറില്ല, പിന്നെ അത് ശല്യമാവും. ഇവിടെ കുരങ്ങൻ്റെ ശല്യമുണ്ട്. എല്ലാ ദിവസമൊന്നും വന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കുരങ്ങന്മാർ വരും. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി മരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ വെക്കും. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം നിറയെ മരങ്ങളാണ്. അതുകൊണ്ടാണ് ഹീറ്റ് കുറച്ചൊന്ന് നമുക്ക് ആശ്വാസമാവണത്. ചേച്ചിക്ക് 2 പഴം കൊടുത്തതാണ്. ആ കൊച്ചിന് കൊടുക്കാതെ കണ്ട് മുഴുവനും അവൾ തന്നെ തിന്ന് തീർത്ത്. എന്നിട്ട് ആ പഴത്തൊലി മുഴുവൻ താഴേക്കിട്ട്. താഴത്തുകാരുടെ മുറ്റത്താണ് വീഴുന്നത്. എന്നെ പേര് കേൾപ്പിക്കാനായിട്ടിരിക്കതേ കണ്ട, അവരെല്ലാം എടുത്ത് താഴെട്ട്. ആ കുഞ്ഞിക്കുരങ്ങനാണെങ്കിൽ പഴത്തൊലി മാത്രമാണ് അതിന് കിട്ടിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുരങ്ങൻ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നത്. മറ്റേ നമ്മൾ കാണുമ്പം ഓടിച്ച് കളയാറാണ് പതിവ്. ഇല്ലെങ്കിൽ ഭയങ്കര ശല്യമാണ്. വീടിനുള്ളിൽ കയറിയിട്ട് വീടിനകം എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഓടിക്കുന്നത്. വേറെ ദ്രോഹമൊന്നും ചെയ്യില്ല. റെഡ് ലൈറ്റുള്ളൊരു ടോർച്ചുണ്ട്, അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് കണ്ടിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ മഴയൊക്കെ തോന്നെങ്കിലും ചേച്ചി ഇവിടുന്ന് പോയിട്ടില്ല. വല്ലതും ഇനിയും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെയും അപ്പുറത്ത് ബിൽഡിങ്ങിലും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ നിറയെ കുരങ്ങനുണ്ടായിരുന്നു. അത് കാരണം ഡ്രസ്സൊന്നും ഞങ്ങൾ വിരിക്കാതാണ് പോയത്. ഇല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ പിന്നെ ഒരെണ്ണവും കാണില്ല. എല്ലാം മരത്തിൻ്റെ മണ്ടയിൽ കൊണ്ടുവന്ന് വെച്ചേക്കും. കണ്ടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ചാടിപ്പോയതാണ് പുള്ളിക്കാരൻ. പിന്നെ ഇവിടെ നിറയെ മയിലുണ്ട്. കുരങ്ങന്, മയിൽ, മുള്ളംപന്നി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ കുരങ്ങനെയും മയിലിനെയും മുള്ളംപന്നീനെയും കണ്ടിട്ടുള്ളൂ. വേറെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഇന്ന് പിന്നെ നമുക്ക് നമ്മുടെ അല്ലി കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകേണ്ട ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയി. ബാക്കി വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.